ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? അറഫ്ത സീരീസിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് വൈകിപ്പിക്കാതെ തന്നെ നേരെ എപ്പിസോഡിലേക്ക് പോയാലോ. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് അദേശും മേജനും ഒരു കഫേയിൽ ഇരിക്കുന്നതാണ്. അദേശിന് ആ വീഡിയോ കണ്ടപ്പോൾ ആ കൊലയാളി ഷൂട്ട് ചെയ്തതിന് ശേഷം ഒരു ടാക്സിയിൽ കയറി പോകുന്നത് കാണിക്കുന്നുണ്ട്. അതിലൂടെ അവരുടെ അന്വേഷണം തുടങ്ങാനാണ് അദേശിൻ്റെ പ്ലാന്. ഇതെല്ലാം മേജനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദേശ് അവൻ്റെ കയ്യിൽ നിന്നും അവളുടെ മരുന്നെടുത്ത് കൊടുക്കുന്നത്. നീ ഇത് നിന്റെ കയ്യിൽ കൊണ്ടു നടക്കുമായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, എനിക്കറിയായിരുന്നു നീ ഇപ്പം തന്നെ ഒന്നും ഇവിടുന്ന് പോവില്ലെന്ന്, അതുകൊണ്ടാണ് ഞാൻ ഈ മെഡിസിൻസ് എല്ലാം എൻ്റെ പോക്കറ്റിലിട്ട് കൊണ്ടുവന്നത്. ഇത് കേൾക്കുമ്പോൾ മേജൻ ഒത്തിരി സന്തോഷമാവും. അവനോട് നന്ദി പറയും. അത് കേൾക്കുമ്പോൾ അദേശ് പറയും, സത്യം പറഞ്ഞാൽ ഇത് ഞാൻ നിനക്ക് വേണ്ടി ചെയ്യുന്നതൊന്നുമല്ല, വെറുതെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. ഇത് കേൾക്കുമ്പോൾ അവൾ പറയും, ഇതൊക്കെ കുറേ കേട്ടതാ, ഇപ്പം പിന്നെ അതൊക്കെ എനിക്കൊരു ശീലമായി. എന്ത് ശീലമായി എന്നാ നീ പറയുന്നത്? ഒന്നുമില്ല, നിങ്ങളുടെ ഈ പെരുമാറ്റം തന്നെ. ആദ്യം എനിക്ക് വേണ്ടി എന്തെങ്കിലും നല്ല കാര്യം ചെയ്യും, പിന്നെ അത് അങ്ങനെയൊന്നും അല്ലെന്ന് വരുത്തി തീർക്കും. ഇതൊക്കെ ഞാൻ കുറെ കണ്ടതാന്ന് മേജൻ അദേശിനോട് പറയും. അപ്പോഴാണ് അദേശ് വിളിച്ച ആളങ്ങോട്ട് വരുന്നത്. അദേശിന്റെ പ്ലാൻ എന്താന്ന് വെച്ചാൽ അന്ന് രാത്രി ആ വില്ലേജിലേക്ക് വന്നു പോയ എല്ലാ ടാക്സി ഡ്രൈവേഴ്സിന്റെയും ഡീറ്റെയിൽസ് കണ്ടെത്തുക എന്നുള്ളതായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം അദേശ് അയാളോട് പറയും. അയാളും എത്രയും പെട്ടെന്ന് തന്നെ ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസ് കണ്ടെത്തി തരാമെന്ന് പറയും. അതിനുശേഷം അവരവിടെ നിന്നും പോവും. പിന്നീട് കാണിക്കുന്നത് ആസ്ലിയും മുസൈനയും ജമാലിനെയാണ്. അവരെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയായിരിക്കും. ആസ്ലിയെ എത്ര തവണ ഫുഡ് കഴിക്കാൻ വിളിച്ചിട്ടും അവൾ ഫുഡ് കഴിക്കാൻ വരുന്നില്ല. അവളുടെ ഈ പെരുമാറ്റമെല്ലാം കാണുമ്പോൾ മുസൈൻ എന്തോ പോലെ തോന്നും. അപ്പോഴാണ് അവിടേക്ക് അദേശും മേജനും വരുന്നത്. അദേശിന് മുസൈൻ ഫുഡ് കഴിക്കാൻ വിളിക്കുമ്പോൾ ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചതാണെന്ന് പറയും. എന്ത് പറ്റി മോനെ, നമ്മൾ ഇത്രയും കാലം ഒരുമിച്ചിരുന്നാണ് ഡിന്നർ കഴിച്ചിരുന്നത്, ഇപ്പം ഇതെന്ത് പറ്റി? പക്ഷേ അദേശ് അതിനൊന്നും മിണ്ടില്ല. മേജൻ ടയേർഡ് ആയതുകൊണ്ട് തന്നെ അവൾ ഉറങ്ങാൻ പോകും. അപ്പോൾ ജമാൽ അദേശിനോട് പോയ കാര്യം എന്തായെന്ന് ചോദിക്കുമ്പോൾ അവനും ആ ടാക്സിയെ കുറിച്ചെല്ലാം പറയും. ഇത് കേൾക്കുമ്പോൾ ആസ്ലി ആകെ ടെൻഷനായി അവളുടെ കയ്യിലിരിക്കുന്ന ഗ്ലാസ് താഴെ വീണ് പൊട്ടും. അതുകൊണ്ട് തന്നെ അവൾ വേഗം അവിടെ നിന്നും പോകും. മേജന്റെ ആ ഒരു ഇൻസിഡന്റിനെ കുറിച്ച് പറയുമ്പോൾ ആസ്ലി ഇങ്ങനെ വെപ്രാളപ്പെടുന്നതെല്ലാം മുസൈൻ കാണുന്നുണ്ട്. അവൾക്ക് എന്തോ ഒരു സംശയം ആസ്ലിയുടെ മേൽ വരുന്നുണ്ട്. ആസ്ലി ആണെങ്കിൽ ആകെ പേടിച്ചിരിക്കുകയാണ്. ടാക്സി ഡ്രൈവറിനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ എൻ്റെ പേര് പറഞ്ഞെടുക്കും. അങ്ങനെ പിന്നെ ഞാൻ ഇത്രയും കാര്യം ചെയ്തതെല്ലാം വേസ്റ്റ് ആയി പോകും. എന്താ ഇപ്പം ചെയ്യാ? ജമാലിനോട് സഹായം ചോദിച്ചാലോ? അവനൊരിക്കലും അദേശിനെ ചതിക്കില്ല. ഇനി അമ്മയോട് സഹായം ചോദിച്ചാലോ? വേണ്ട, അമ്മ ചോദിക്കുന്നതിനൊക്കെ ഞാൻ കള്ളം പറയാമെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് നല്ല ദേഷ്യം വരും. അമ്മ ഇതിനൊരിക്കലും എൻ്റെ കൂടെ സപ്പോർട്ട് നിൽക്കില്ല. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക എന്നും പറഞ്ഞ് ആസ്ലി ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് കുളിച്ചു വരുന്ന അദേശിനെയാണ്. മേജൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും. അവൾ ഉറക്കത്തിൽ എന്തൊക്കെയോ കണ്ട് എന്തൊക്കെയോ പേടിച്ച് ഒച്ച വയ്ക്കുന്നുണ്ടാവും. ഇത് കാണുമ്പോൾ അദേശിനാകെ പേടിയാവും. അവൻ വേഗം അവളെ വിളിച്ചുണർത്തും. അവളെ ഞെട്ടി എഴുന്നേറ്റ് അവൻ്റെ കൈ തന്നെ ഇറുക്കി പിടിച്ച് നിൽക്കുകയായിരിക്കും. അത് കാണുമ്പോൾ അദേശ് അവൾക്ക് വെള്ളം കൊടുത്ത് അവളെ സമാധാനിപ്പിക്കും. കുഴപ്പമില്ല, നിനക്കൊന്നുമില്ല, നീ ഇപ്പോൾ സേഫാണ്, നീ എന്തോ ഒരു സ്വപ്നം കണ്ടതാണ്, അത് നീ കാര്യമാക്കണ്ടെന്ന് പറഞ്ഞ് അവളോട് കിടന്നുറങ്ങാൻ പറയും. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, നീ പേടിക്കണ്ട. പക്ഷേ ഇനി അവൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെ എന്തെങ്കിലും സ്വപ്നം കാണുമെന്ന് അവൾക്ക് നല്ല പേടിയുണ്ടാവും. അതുകൊണ്ട് തന്നെ അവൾ അദേശിനോട് പറയും, നീ എനിക്ക് ഒരു സഹായം ചെയ്തു തരുമോ? എനിക്കിപ്പോൾ എന്തായാലും ഇങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഇതുപോലെ സ്വപ്നം കണ്ട് പേടിച്ചെഴുന്നേക്കും. അതുകൊണ്ട് നീ തൽക്കാലം എൻ്റെ മൈൻഡ് ഒന്ന് മാറ്റാൻ വേണ്ടി എന്തെങ്കിലും നിന്റെ ജീവിതത്തിൽ നടന്ന ഒരു ഫണ്ണി ആയിട്ടുള്ള കാര്യം പറഞ്ഞുതരും, അത് കേട്ട് ഞാൻ ഉറങ്ങിക്കോളാം. ഫണ്ണി ആയിട്ടുള്ള കാര്യം എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും പറയാൻ എനിക്കറിയില്ല. എങ്കിലും നിൻ്റെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം കുറച്ച് രസമായിട്ട് നടന്നിട്ടുണ്ടാവല്ലോ, അത് പറഞ്ഞാൽ മതി, അത് കേട്ട് ഞാൻ ഉറങ്ങിക്കോളാം എന്ന് പറയും. അത് കേൾക്കുമ്പോൾ ആദേശ് പറയും, ഒരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. പണ്ട് ഞാനും ജമാലും ചെറുതായിരുന്ന സമയത്ത്, അതായത് ഒരു 14 വയസ്സുള്ള സമയത്ത് ഞങ്ങളുടെ വീടിനടുത്തായിട്ട് ഒരു വൃത്തിയിട്ട ചെക്കൻ ഉണ്ടായിരുന്നു. അവൻ ഏത് നേരം ഞങ്ങളിങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഞങ്ങൾക്കതിന് തിരിച്ചു കൊടുക്കാൻ അറിയാനിട്ടല്ല, പക്ഷേ വെറുതെ എന്തിനാ ഒരാളെങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതെന്ന് വിചാരിച്ച് മനഃപൂർവ്വം ഞങ്ങളൊന്നും ചെയ്യാതിരുന്നതാ. പക്ഷേ ഒരു ദിവസം അവൻ്റെ ബുള്ളിങ്ങൊക്കെ ഒരുപാട് അങ്ങ് കൂടി. ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ കുറച്ച് മെലിഞ്ഞ് ഒരു വീക്കായിട്ടുള്ളൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അവനൊരു പാവായിരുന്നു. ഒരു ദിവസം ഇവൻ അവനെ വെറുതെ തല്ലി. ഞങ്ങളുടെ ഫ്രണ്ടിനെ അവനെ ഒരുപാട് തല്ലി. അതും കൂടെ എപ്പോൾ ഞങ്ങൾക്ക് പിന്നെ സഹിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഞാനും ജമാലും അവൻ കുറേ കാലങ്ങളായിട്ട് ഞങ്ങളെ കൊണ്ട് അനുഭവിപ്പിച്ചതെല്ലാം ഒറ്റ ദിവസം കൊണ്ട് അവനക്ക് തിരിച്ചു കൊടുത്തു. പിന്നീട് അവൻ ഞങ്ങൾ കാണുമ്പോഴെല്ലാം അവിടുന്ന് ഓടി ഒളിക്കുമായിരുന്നു. അതെല്ലാം കാണുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ചിരി വരും. ഇത് കേൾക്കുമ്പോൾ മേജൻ ആകെ ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കുകയായിരിക്കും. അവനോട് ചോദിക്കും, അല്ല ദേശ്, ഇതിലെവിടെ ചിരിക്കാനുള്ള കാര്യം? എൻ്റെ മുഖം നോക്ക്, ഞാൻ ചിരിക്കുന്നുണ്ടോ? അവനെ നിങ്ങൾ ഒരുപാട് തല്ലിയതാണോ നിനക്ക് ഫണ്ണായിട്ട് തോന്നിയ കാര്യം? നീ എന്തെങ്കിലും വയലൻസ് ഒന്നും ഇല്ലാത്ത നല്ലൊരു ഫണ്ണായിട്ടുള്ള കഥ പറഞ്ഞോണ്ടാ, അപ്പോഴല്ലേ എനിക്ക് ഉറങ്ങാൻ പറ്റൂ. ഇത് കേൾക്കുമ്പോൾ അദേശ് ഇങ്ങനെ കുറച്ച് നേരം ആലോചിച്ചിരിക്കും. ഒരു കഥയുണ്ട്, അത് കുറച്ച് ചിരിക്കാനൊക്കെ ഉണ്ട്, പക്ഷേ ഇത് ലാസ്റ്റ് ടൈം, നീ ഉറങ്ങാൻ വേണ്ടി മാത്രം, നിനക്കിപ്പോൾ വയ്യാണ്ടിരിക്കുന്നുണ്ടാ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. അത് കേൾക്കുമ്പോൾ മേജൻ അതിന് സമ്മതിക്കും. ഇല്ല, ഞാൻ ഒന്നും പറയുന്നില്ല, നിങ്ങൾ പറഞ്ഞോ. അത് കേൾക്കുമ്പോൾ അദേശ് കഥ പറഞ്ഞു കൊടുക്കും. ഇതും ഞാനും ജമാലും തമ്മിലുള്ള കാര്യം തന്നെയാണ്.
ഞങ്ങൾ കുറച്ചും കൂടി കുഞ്ഞായിരുന്ന സമയത്ത് ഒരു 10 വയസ്സൊക്കെ കാണും. ഞങ്ങളുടെ തൊട്ടടുത്തായിട്ട് ഒരു വലിയ തോട്ടം ഉണ്ടായിരുന്നു. അവിടെ ആണെങ്കിൽ കുറേ ആപ്പിളിൻ്റെ ട്രീസൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്കാണെങ്കിൽ അവിടുത്തെ ആപ്പിൾ കാണുമ്പോൾ എപ്പോഴും അത് കഴിക്കാൻ തോന്നും. പക്ഷേ അവിടെ ആണെങ്കിൽ ഒരു മുരട് പിടിച്ച മുത്തശ്ശൻ ഉണ്ടായിരുന്നു. അയാൾ അതിൽ നിന്ന് കഴിക്കുകയില്ല, വേറെ ആളെ കൊണ്ട് തീറ്റിക്കുകയില്ല എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ അവിടേക്ക് വരുമ്പോൾ തന്നെ അയാൾ ഞങ്ങളെ അവിടെ നിന്ന് ആട്ടിവിടും. പക്ഷേ ഒരു ദിവസം ഞങ്ങൾ വിട്ടെടുത്തില്ല. ഞങ്ങൾ രണ്ടുപേരും ആരും കാണാതെ അവിടേക്ക് ചെന്നു എന്നും പറഞ്ഞ് ആദേശ് ഇങ്ങനെ കഥ തുടർന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ മേജൻ അതെല്ലാം കേട്ട് ഉറങ്ങിയിട്ടുണ്ടാവും. മേജൻ ഉറങ്ങിപ്പോയതുകൊണ്ട് തന്നെ ആദേശ് ആ കഥ അവിടെ വെച്ച് നിർത്തും. അങ്ങനെ അവളെ കൊണ്ട് പുതപ്പെല്ലാം പുതപ്പിച്ച് അവരും കിടന്നുറങ്ങാൻ പോകും. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ആദേശ് ഒരു സ്ഥലം വരെ പോകാൻ വേണ്ടി റെഡി ആവുമായിരിക്കും. അപ്പോഴാണ് മേജൻ എഴുന്നേൽക്കുന്നത്. അവൾ ഓടി അവൻ്റെ അടുത്തേക്ക് ഒന്ന് ചോദിക്കും, അല്ല എന്നിട്ടുണ്ടാവുണ്ടായത്? അത് കേൾക്കുമ്പോൾ അവൻ ചോദിക്കും, എന്നിട്ടെന്തുണ്ടാവാൻ? നീ എന്തായി പറയുന്നേ? നീ ഇന്നലെ ഒരു കഥ പറഞ്ഞില്ലേ, അത് ഫുള്ളാക്കുന്നതിന് മുമ്പ് ഞാൻ ഉറങ്ങിപ്പോയി. എനിക്കതിൻ്റെ ബാക്കി കേൾക്കണമെന്നുണ്ട്. പറ, പിന്നെ എന്താ ഉണ്ടായേ? നിങ്ങൾ ആ തോട്ടത്തിലേക്ക് കയറി വരെ ഞാൻ കേട്ടിട്ടുള്ളൂ, പിന്നെ ഞാൻ ഉറങ്ങിപ്പോയി. ഇത് കേൾക്കുമ്പോൾ അത്യാവശ്യം നല്ല ചിരി വരും. ഓ, നീ രാവിലെ എഴുന്നേറ്റ് തന്നെ ഇത് ആലോചിച്ചുകൊണ്ടാണോ? നിനക്കിത് എത്ര ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ നീ എന്തിനാ ഉറങ്ങിപ്പോയേ? അത് കേൾക്കുമ്പോൾ മാജനൊന്നും മിണ്ടാതിരിക്കും. ആ സാരമില്ല, ഞാൻ ബാക്കി പറഞ്ഞുതരാം. ഞങ്ങൾ രണ്ടുപേരും ഒരു ദിവസം ആ തോട്ടത്തിനുള്ളിലേക്ക് ആരും അറിയാതെ കയറി ചെന്നു. അപ്പോൾ അവിടെ ആ മുത്തശ്ശനൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും പമ്മി മെല്ലെ ആ മരത്തിൻ്റെ അടുത്തെത്തി. അതിലാണെങ്കിൽ ഒരുപാട് ആപ്പിൾസ് ഉണ്ടായിരുന്നു. അതെല്ലാം കണ്ട് ഞങ്ങൾക്ക് ഒരുപാട് കൊതിയായി. ഞങ്ങൾ രണ്ടുപേരും അതിൽ കയറാൻ നിന്നതാ. പക്ഷേ ജമാൽ പറഞ്ഞു അവൻ കയറാന്ന്. അങ്ങനെ അവൻ ആ മരത്തിൽ കയറുമ്പോൾ ഞാൻ അവിടെ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടോ നോക്കുമായിരുന്നു. അവൻ അവിടെ നിന്ന് കയറി ഓരോ ആപ്പിൾസ് എനിക്ക് താഴത്തേക്ക് പറിച്ചിടായിരുന്നു. ഞാനതെല്ലാം പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ആ മരയുടെ മുത്തശ്ശൻ വന്ന് ഞങ്ങളെ പേര് വിളിക്കുന്നത്. ഇത് കേട്ടതോടുകൂടി ഞങ്ങൾ ആകെ ടെൻഷനായി അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ ജമാലിൻ്റെ കാര്യം ആലോചിച്ചത്. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അവൻ വെപ്രാളം പിടിച്ച് ആ മരത്തിൽ നിന്ന് എടുത്ത് ചാടുമായിരുന്നു. പക്ഷേ അവൻ്റെ കാല് സ്ലിപ്പായി അതിലൊരു കൊമ്പിൽ അവൻ്റെ പാൻറ് സ്റ്റെക്കായി അവിടെ തന്നെ കുടുങ്ങി നിൽക്കുന്നുണ്ട്. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ മരത്തിൻ്റെ കൊമ്പിൽ ഇലയിരുന്ന് ആടുന്ന പോലെ ജമാൽ അവിടെ തല കുത്തനെ ഇരുന്ന് ആടുന്നു. അതുകൂടി കണ്ടപ്പോൾ ആകെ ടെൻഷനായി. ഞാൻ ഓടി അവൻ്റെ അടുത്തേക്ക് പോയി ഒരു വിധത്തിൽ കഷ്ടപ്പെട്ട് അവനെ അവിടെ നിന്ന് ഇറക്കി. അതിനുശേഷം ഞങ്ങൾ രണ്ടുപേരും ജീവനും കൊണ്ട് ഓടുകയായിരുന്നു. ഒരു വിധത്തിൽ ഞങ്ങൾ അയാളെ കണ്ണിപ്പെടാതെ രക്ഷപ്പെട്ടു. ഇതെല്ലാം കേട്ട് മേജന് നല്ല ചിരി വരും. നല്ല രസമുണ്ട്. പക്ഷേ ജമാലിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ കുറച്ച് വിഷമം തോന്നുന്നു. ഇതെല്ലാം കേട്ട് ഇളിച്ചുകൊണ്ടിരുന്ന ആദേശം പെട്ടെന്ന് സീരിയസ് ആവും. മതി, കോൺവെർസേഷനൊക്കെ നമുക്ക് ഇവിടെ നിർത്താം. എനിക്കിപ്പോൾ അത്യാവശ്യമായിട്ടൊരു ജോലിയുണ്ട്, ഞാൻ ഓഫീസിലേക്ക് പോവാണ്. അത് കേൾക്കുമ്പോൾ മേജൻ പറയും, എങ്കിൽ എന്നെ കൂടി കൊണ്ടുപോകും, എനിക്കിവിടെ ഇരുന്ന് ഒരുപാട് ബോറടിക്കുക. വേണ്ട, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുത്താൽ മതി. ഇന്നലെ തന്നെ നിന്നെ കൊണ്ടുപോകാൻ പാടില്ലായിരുന്നു. നീ ഇപ്പോൾ ഇവിടുന്ന് റെസ്റ്റ് എടുത്തോന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും പോകും. പിന്നീട് കാണിക്കുന്നത് ആസ്ലിയാണ്. അവളൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവായിരിക്കും. അതെന്താന്ന് ചോദിക്കുമ്പോൾ മുസൈനോട് അവളൊന്നും പറയില്ല. ഇതെല്ലാം കാണുമ്പോൾ മുസൈൻ അവളോട് ചോദിക്കും, സത്യം പറഞ്ഞോ, നീ എന്തെങ്കിലും എൻ്റെ നിന്ന് ഒളിപ്പിക്കുന്നുണ്ടോ? കുറേ ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, നിന്നോട് ചോദിക്കുന്നുണ്ട്. അപ്പോഴെല്ലാം നീ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുക. സത്യം പറഞ്ഞോ, എന്താ ഇവിടെ നടക്കുന്നത്? എൻ്റെ പൊന്നമ്മേ, ഞാൻ പറഞ്ഞതല്ലേ ഒന്നുമില്ലാന്ന്. നിങ്ങൾക്ക് എന്നൊരു തരി പോലും വിശ്വാസമല്ലേ? ഞാനൊരു അത്യാവശ്യ കാര്യത്തിന് പോകാമെന്ന് പറഞ്ഞില്ലേ? എന്നെ ഒന്ന് വിട്ടേക്കെന്നും പറഞ്ഞ് ആസ്ലി അവിടെ നിന്നും പോവും. എങ്കിൽ അവളുടെ ഈ പെരുമാറ്റമെല്ലാം കണ്ട് മുസൈന് നല്ല ഡൗട്ട് അടിക്കുന്നുണ്ട്. പുറത്താണെങ്കിൽ അദേശും ജമാലും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴാണ് അവിടേക്ക് ആസ്ലി വരുന്നത്. അവൾ അവരുടെ കൂടെ ഇരുന്ന് ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയായിരിക്കും. അദേശിന് ഒരു മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ അവർ അതിനെക്കുറിച്ചെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴാണ് അവിടേക്ക് മേജൻ വരുന്നത്. മേജൻ വരുന്നത് കാണുമ്പോൾ ആസ്ലിക്ക് നല്ല ദേഷ്യം വന്ന് അവൾ അവിടെ നിന്ന് പോകാൻ നിൽക്കുകയായിരിക്കും. അപ്പോൾ അദേശ് അവർ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന ആ മീറ്റിംഗ് ക്യാൻസൽ ചെയ്യാൻ പറയും. ആസ്ലിക്ക് മനസ്സിലാവും അവൻ്റെ മേജൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനാണ് ഇങ്ങനെ പറയുന്നത്. അത് കേൾക്കുമ്പോൾ അവൾക്ക് നല്ല ദേഷ്യം വരും. അതിനുശേഷം അവൾ ഒരാൾക്ക് ഫോൺ വിളിച്ച് പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളൊരു അത്യാവശ്യ കാര്യം സംസാരിക്കാനുണ്ട്, ഇനി ഇതല്ലാതെ വേറെ വഴിയില്ലെന്ന് പറഞ്ഞ് അവൾ ആ കോള് കട്ട് ചെയ്യും. അവൾ വിളിച്ചത് വേറെ ആർക്കുമല്ല, നസീറിന് തന്നെയാണ്. അദേശിൻ്റെ കൂടെ ജമാലിരിക്കുന്നതുകൊണ്ട് തന്നെ മേജൻ ജമാലിനോട് പറയും, എന്നാലും എൻ്റെ ജമാൽ, നീ എങ്ങനെ ആ മരത്തിൽ നിന്ന് രക്ഷപ്പെട്ടു? ഇത് കേൾക്കുമ്പോൾ ജമാലൊന്നും മനസ്സിലാവുന്നില്ല. എന്ത്, നീ എന്നോട് എന്തെങ്കിലും പറഞ്ഞോ? ഇത് കേൾക്കുമ്പോൾ അതേഷ് ആകെ ടെൻഷനാവും. കാരണം അവൻ ചുമ്മാ തള്ളിവിട്ടൊരു കാര്യമാണ്. ഇത് ശരിക്കും ഉണ്ടായതൊന്നല്ല. മേജൻ എങ്ങനെയെങ്കിലും ഒന്ന് ഉറങ്ങാൻ വേണ്ടി അതേഷ് വെറുതെ തള്ളിവിട്ടൊരു കാര്യമായിരുന്നു അത് മേജനും അറിയില്ല, ജമാലും അറിയില്ല. ഇപ്പോൾ അതേഷിന് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് തന്നെ അതേഷ് വേഗം ജമാലൊരു ടോപ്പിക്ക് മാറ്റി സംസാരിക്കും. ഇത് കാണുമ്പോൾ മേജനൊന്നും മനസ്സിലാവില്ല. പക്ഷേ ജമാലിനപ്പോൾ എന്തൊക്കെയോ ഒരു ഡൗട്ട് അടിക്കും. ജമാൽ അവളോട് പറയും, മേജൻ, നീ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ നടന്നതായിട്ട് ഞാൻ ഓർക്കുന്നില്ലല്ലോ എന്നും പറഞ്ഞ് അവൻ അവിടെ നിന്നും പോവും. മേജന് മനസ്സിലാവും അതേഷ് വെറുതെ പറഞ്ഞതാണെന്ന്. അതേഷും ആകെ ഓക്വേർഡായി അവിടെ നിന്ന് വേഗം ഓടിപ്പോയിരിക്കും. അപ്പോൾ മേജൻ അവനെ തടഞ്ഞിട്ട് പറയും, അതേഷ് അവിടെ നിൽക്ക്, എനിക്കൊരു കാര്യം പറയാനുണ്ട്, നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്യുമോ? പിന്നീട് കാണിക്കുന്നത് മുസൈനെയാണ്. അവൾക്ക് ആസ്ലിയെ നല്ല ഡൗട്ട് അടിച്ചുകൊണ്ട് തന്നെ അവളുടെ റൂം ചെക്ക് ചെയ്യാൻ പോകും. അവിടെ ഇരിക്കുന്ന ഓരോ സാധനങ്ങളും അവൾ സെർച്ച് ചെയ്യായിരിക്കും. അപ്പോഴാണ് അവിടെ ഇരിക്കുന്ന ഗൺ അവൾക്ക് കിട്ടുന്നത്. അത് കാണുമ്പോൾ മുസൈൻ ആകെ ഷോക്കായി പോവും. പിന്നീട് കാണിക്കുന്നത് അതേഷിൻ്റെ മേജനെയാണ്. മേജൻ വേറെ ഒന്നിനല്ല പറഞ്ഞിട്ടുണ്ടാവുക, അവൾക്കൊരു ഊഞ്ഞാല കെട്ടണം. അതാണ് അതേഷിനോട് പറഞ്ഞത്. നീ എനിക്ക് ഇത് ചെയ്തു തരാണെങ്കിൽ എനിക്ക് ഇത്തിരി സന്തോഷമാവും. കാരണം ഞാൻ ചെറിയ കുഞ്ഞായിരുന്ന സമയത്ത് എൻ്റെ കൂടെ ഏരിലും തായറും ഉണ്ടായിരുന്നില്ലേ? ഞങ്ങൾക്ക് 3 പേർക്കും
ഒരു വലിയ ഊഞ്ഞാല ഉണ്ടാക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. വലിയ ഊഞ്ഞാലയിരുന്ന് ആടിയ ആകാശം തൊടാൻ പറ്റും എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് അതിനെ കൊണ്ട് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് അവരുടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി എനിക്കൊരു ഊഞ്ഞാല കെട്ടണമെന്നുണ്ട്. എന്തായാലും എനിക്ക് ഒറ്റക്കായിരുന്ന സമയത്ത് ഇതൊന്നും കഴിയില്ലല്ലോ. ഇപ്പം നീ എൻ്റെ കൂടെ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ചോദിച്ചത്. നീ കൂടെ എന്നെ സഹായിക്കുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടി ഈസി ആവും. ഇത് കേൾക്കുമ്പോൾ ആദേശിന് ഒത്തിരി സന്തോഷമാവും. അവൻ ചിരിച്ചുകൊണ്ട് തന്നെ അതിന് സമ്മതിക്കും. അത് കാണുമ്പോൾ മാജൻ ഒത്തിരി സന്തോഷത്തോടെ അവരോട് നന്ദി പറയും. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഊഞ്ഞാല ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും. ആദേശം അവൾക്ക് മരമൊക്കെ മുറിച്ചു കൊടുത്ത് അതിൻ്റെ സാധനങ്ങളൊക്കെ ഷേപ്പ് ചെയ്ത് കൊടുക്കും. മാജനും അവളെ കൊണ്ട് കഴിയുന്ന പോലെ അതിനെ പെയിൻറ് ചെയ്യും. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഒരു അടിപൊളി ഊഞ്ഞാല ഉണ്ടാക്കി അവിടെ മരത്തിൽ കെട്ടും. അതിനുശേഷം കാണിക്കുന്നത് മുസൈനെയാണ്. ആസിയുടെ റൂമിൽ നിന്ന് ഗണ്ണ് കിട്ടിയോണ്ട് തന്നെ അവരാകെ തകർന്നു പോയിരിക്കുകയാണ്. എങ്കിലും ഒരു ചെറിയ ഹോപ്പ് ഉണ്ടായിരുന്നു അവൾ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന്. പക്ഷേ അവൾ ആ ബുള്ളറ്റ് എടുത്ത് നോക്കുമ്പോൾ അതിലൊരു ബുള്ളറ്റ് മിസ്സായിരിക്കും. അതോടെ അവർക്ക് മനസ്സിലാവും വേറെ ആരുമല്ല മാജനെ കൊല്ലാൻ നോക്കിയത് ആസിൽ തന്നെയാണ്. എങ്കിലും ഈ കാര്യങ്ങളൊന്നും വിശ്വസിക്കാനാവാതെ അവരാകെ തകർന്നു പോയിരിക്കുകയാണ് അവിടെ. അങ്ങനെ ഊഞ്ഞാലയൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ മാജന് ഒത്തിരി സന്തോഷമാവും. അവൾ ഒരുപാട് ഹാപ്പിയാണെന്ന് ആദേശിനോട് പറയും. ആദേശം ചോദിക്കും, അല്ല നിനക്കപ്പോൾ ഊഞ്ഞാലയിരുന്ന് ആടണ്ടേ? നീ വെറുതെ ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? അതിലിരുന്ന് ആടുമ്പോഴല്ലേ രസം. ഇത് നിന്റെ ചൈൽഡ്ഹുഡ് ഡ്രീം ആയിരുന്നില്ലേ? എങ്കിൽ നീ ഇരുന്നോ, ഞാൻ നിനക്ക് കാട്ടിത്തരാം. അത് കേൾക്കുമ്പോൾ മാജൻ അതിൽ ഒരുപാട് സന്തോഷത്തോടുകൂടി ഇരിക്കും. അങ്ങനെ ആദേശം ഒരുപാട് ഹാപ്പി ആയിട്ട് അവൾ ആ ഊഞ്ഞാലയിരുന്ന് ആട്ടിക്കൊടുക്കും. മാജനെ ഊഞ്ഞാലാട്ടുമ്പോൾ അവന് കുറേ പണ്ടത്തെ കാലം ഓർമ്മ വരും. പണ്ട് ഇതുപോലെ അവൻ ചെറിയ കുഞ്ഞായിരുന്ന സമയത്ത് മാജനെയും ഏലുലിനെയും ഇതുപോലെ അവൻ ഊഞ്ഞാലാട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങളെല്ലാം ആലോചിക്കുമ്പോൾ അവൻ ഒത്തിരി വിഷമാവും. പക്ഷേ മാജനെന്ന് പറയാതെ ഒരുപാട് ഹാപ്പി ആയിട്ട് ഊഞ്ഞാലയിരുന്ന് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആദേശം ഇതെല്ലാം ആലോചിച്ച് പെട്ടെന്ന് ഒരുപാട് വിഷമാവും. അതുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. ഇത് കാണുമ്പോൾ മാജൻ ആകെ ഷോക്കായി അവിടെ നോക്കി നിൽക്കും. ഇത് എന്ത് പറ്റി, നീ എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ആദേശം ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പോവും. മാജനും ആദേശം തന്നെ ഫോളോ ചെയ്ത് അവൻ്റെ പിറകെ പോയി ചോദിക്കും, എന്ത് പറ്റി ആദേശം, നീ എന്താ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകുന്നത്? നിനക്കൊരു കുഴപ്പമില്ലായിരുന്നല്ലോ ഇത്രയും നേരം. ഇത് കേൾക്കുമ്പോൾ ഒന്നുമില്ല ആദേശം പറയും. അപ്പോഴാണ് അവർക്ക് പെട്ടെന്നൊരു കോൾ വരുന്നത്. അത് അവൻ്റെ ആ ഫ്രണ്ട് ആയിരിക്കും. അതായത് നേരത്തെ ഡീറ്റെയിൽസ് നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരുന്നല്ലോ, ആ ടാക്സി ഡ്രൈവറിനെ അവർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറയും. അത് കേൾക്കുമ്പോൾ ആദേശം വേഗം വണ്ടി എടുത്ത് പോകാൻ നിൽക്കായിരിക്കും. അത് കേൾക്കുമ്പോൾ മാജനും പറയും, ഞാൻ വരുന്നുണ്ട്. നീ വരണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും മാജൻ അത് കേൾക്കാതെ അവൾ ആ കാർ കയറിയിരിക്കും. നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, നിന്നെ ഈ വണ്ടിയിൽ നിന്ന് എടുത്ത് എറിയാൻ എനിക്ക് അറിഞ്ഞിട്ടില്ല, പിന്നെ വെറുതെ നേരം കളയണമെന്ന് വിചാരിച്ചിട്ടാണെന്ന് പറഞ്ഞ് ആദേശം അവളെ കൊണ്ട് അവിടുന്ന് പോകും. അങ്ങനെ അവർ രണ്ടുപേരും ആ ടാക്സി ഡ്രൈവറിൻ്റെ അടുത്തേക്ക് പോകും. അവിടെ പോയിട്ട് അയാളോട് ചോദിക്കുമ്പോൾ അയാൾ ആദ്യമൊന്നും പറഞ്ഞില്ലെങ്കിലും പിന്നീട് ഇവർ നിർബന്ധിക്കുമ്പോൾ അയാൾ പറയും, അന്ന് വണ്ടിയിലുണ്ടായിരുന്നത് ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ഒരു ആണായിരുന്നു, പേര് അബ്ബാസ് എന്നാണ്. ഇത് കേൾക്കുമ്പോൾ ആദേശം മാജൻ ഒരുപാട് ആലോചിച്ച് നോക്കും അവർക്ക് പരിചയമുള്ള ആരെങ്കിലും ആണോ എന്ന്. അപ്പോഴാണ് മാജന് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, ആ ഇയാളെ എനിക്ക് അറിയാം, ഇയാൾ മുൻപ് ഞങ്ങളുടെ ഓഫീസിൽ ഒരു എംപ്ലോയി ആയിരുന്നു. പക്ഷേ അവിടെയുള്ള ഒരു സ്ത്രീയായിട്ട് ഇയാൾ മോശമായിട്ട് പെരുമാറിയപ്പോൾ ഞങ്ങൾ അയാൾ അവിടെ നിന്ന് പറഞ്ഞയച്ചു. ചിലപ്പോൾ ആ ഒരു വൈരാഗ്യത്തിലാണോ അയാൾ ഇങ്ങനെ ചെയ്തത്? അത് എത്ര കൊല്ലായെന്ന് ചോദിക്കുമ്പോൾ മാജൻ പറയും, ഏകദേശം ഞാൻ അവിടെ ജോലിക്ക് ചേർന്ന ആ ഒരു ടൈമിലാണ്. അപ്പോൾ ആദേശം കുറച്ച് ഡൗട്ടാവും, ഇത്രയൊക്കെ കാലം ആ ഒരു റിവെഞ്ച് അയാൾ മനസ്സിൽ വെച്ച് നടക്കുമോ? പിന്നെ അല്ലാതെ അയാളുടെ ജോലി പോയില്ലേ, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തത്, എന്നെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ടാവും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് മാജൻ പറയും. അത് കേൾക്കുമ്പോൾ ആദേശം അത് അങ്ങനെ തന്നെ ആവുമെന്ന് വിചാരിക്കുന്നു. എങ്കിൽ ശരി, വാ ഞാൻ നിന്നെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാം. അത് ഞാൻ എവിടേക്കും വരുന്നില്ല, ഞാൻ നിന്റെ കൂടെ വരും. അത് നടക്കില്ല മാജൻ, ഇവിടേക്ക് തന്നെ നീ വാശി പിടിച്ചുകൊണ്ട് വന്നതാണ്. ഇനി അയാളുടെ അടുത്തേക്ക് പോകുമ്പോൾ നിന്നെ കൊണ്ട് പോകാൻ പറ്റില്ല, അതുകൊണ്ട് നീ ഇപ്പോൾ വീട്ടിലിരുന്നാൽ മതി എന്ന് പറഞ്ഞ് ആദേശം നിർബന്ധിച്ച് അവളെ കാറിൽ കയറ്റും. അങ്ങനെ അവർ രണ്ടുപേരും അവരുടെ വീടെത്തുമ്പോൾ മാജൻ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടാവില്ല. പക്ഷെ ആദേശം വന്ന് അവൾ അവിടെ നിന്ന് ഇറക്കും. എന്നിട്ട് ജമാൽ അവിടെ കയറിയിരിക്കും. ഇത് കാണുമ്പോൾ മാജനും പറയും, ആദേശ് സൂക്ഷിച്ച് കണ്ടൊക്കെ പോയിക്കോ, നീ ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇത് കേൾക്കുമ്പോൾ ജമാൽ ആദേശം നോക്കി ഒന്ന് ചിരിക്കും. മാജനെ നോക്കുന്നുണ്ട്. അവൾക്ക് അവനോടുള്ള കേരളം കാണുമ്പോൾ ജമാൽ നല്ല ചിരി വരും. പിന്നീട് കാണിക്കുന്നത് ആസ്ലിയാണ്. അവളെ റൂമിലേക്ക് വരുമ്പോൾ മുസൈൻ അവിടെ ഇരിക്കുന്നുണ്ടാവും. ഇത് കാണുമ്പോൾ ആസ്ലിക്ക് കാര്യമെല്ലാം പിടികിട്ടും. മുസൈൻ അവളോട് ചോദിക്കും, എന്താടി നീയാണോ ഇതൊക്കെ ചെയ്തത്? ഞാൻ നിന്നോട് അപ്പളേ ചോദിച്ചതല്ലേ നീ എന്തെങ്കിലും ഒപ്പിക്കുന്നുണ്ടോ എന്ന്, പക്ഷേ നീ എന്നോട് കള്ളം പറഞ്ഞല്ലേ. ഇത്രയും വലിയൊരു ക്രൂരത ചെയ്യാൻ നിനക്ക് എങ്ങനെയാടി തോന്നിയത് എന്നും പറഞ്ഞ് മുസൈൻ അവളോട് ചൂടാവായിരിക്കും. ഇതെല്ലാം കേൾക്കുമ്പോൾ ആസ്ലി ആദ്യം എല്ലാം കള്ളം പറയാൻ നോക്കുന്നുണ്ടെങ്കിലും പിന്നെ അവൾ സത്യം പറയും, അതെ ഞാൻ തന്നെയാണ് മാജനെ ഷൂട്ട് ചെയ്തത്, അതിനിപ്പോൾ എന്താ തെറ്റ്? അവൾ നമ്മുടെ ശത്രുവാണ്. ആദേശം അവളുടെ അടുത്തേക്ക് ഇങ്ങനെ പോകുന്നത് കാണുമ്പോൾ എനിക്കതൊരിക്കലും സഹിക്കാൻ കഴിയുന്നില്ല. അമ്മയ്ക്ക് അറിയുന്നതല്ലേ എനിക്ക് ആദേശം ഇഷ്ടമാണ്. ഇത് കേൾക്കുമ്പോൾ മുസൈൻ നല്ല ദേഷ്യം വരും. നിനക്കെന്താടി വട്ടായോ? നിന്നോട് ഞാൻ ഇതിനെക്കുറിച്ച് മുൻപ് സംസാരിച്ചതല്ലേ, ഇതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. ആദേശം നീ ഒരിക്കലും അങ്ങനെ കാണാൻ പാടില്ല. നടക്കില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാ അമ്മേ? എനിക്ക് അവൻ ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ ചെറുപ്പം മുതലേ ആദേശിനെ സ്നേഹിക്കുന്നുണ്ട്. ആ മേജൻ അവൾ ഇപ്പം കയറി വന്നവളാണ്. അവൾ അവനെ തട്ടിയെടുക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. വേണ്ടി വന്ന അവളെ ഞാൻ കൊല്ല പോലും ചെയ്യും. എന്നിട്ട് നീ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ആദേശം നിന്നെ സ്വീകരിക്കുന്ന നിനക്ക് തോന്നുന്നുണ്ടോ? ഒരു കാര്യം അറിയാം നിനക്ക്, മേജനെ കൊല്ലാൻ നോക്കിയ ആളെ ആദേശം കണ്ടുപിടിക്കാൻ പോയിട്ടുണ്ട്. വൈകാതെ തന്നെ അവൻ കണ്ടുപിടിച്ചോളും. പിന്നെ നിന്റെ അവസ്ഥ എന്താണെന്ന് നീ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഇല്ലമ്മേ, ആ കാര്യം ആലോചിച്ച് അമ്മ പേടിക്കണ്ട. അവനൊരിക്കലും എന്നെ കണ്ടുപിടിക്കില്ല. കാരണം ഈ കാര്യമെല്ലാം ഞാൻ നസീറിനോട് പറഞ്ഞിട്ടുണ്ട്. അവൻ എല്ലാ കാര്യങ്ങളും ഒത്തുതീർപ്പാക്കാന്നാ പറഞ്ഞത്. ഇതും കൂടി കേൾക്കുമ്പോൾ മുസൈന് നല്ല ദേഷ്യം വരും. മുസൈന് നല്ല ദേഷ്യം വന്ന് ആസിലിയുടെ കാരണം നോക്കി ഒന്ന് കൊടുക്കും. എടി നീ എന്താ ചെയ്യുന്നത്, എനിക്ക് വല്ല ബോധമുണ്ടോ? ആ നസീറിന്റെ കൂടെ നീ കൂടിയിരിക്കുന്നത് അവൻ നമ്മുടെ ശത്രുവാടി. അമ്മ ഇതില്ല, ഞാൻ ആദേശിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. കാരണം ഞാൻ അവൻ
അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട് അമ്മേ. എനിക്കൊരിക്കലും അവന് വേറൊരു പെണ്ണിനെ കൂടെ കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. അവനെ കിട്ടാൻ വേണ്ടി ഞാൻ ഏത് അറ്റം വരെ പോകാൻ തയ്യാറാണ്. വേണമെങ്കിൽ ഞാൻ എന്നെ തന്നെ കൊല്ലും. ഇത് കേൾക്കുമ്പോൾ മുസൈൻ ആകെ ടെൻഷനാവും. ആസ്ലി, നീ എന്താ ഈ പറയുന്നത്? എൻ്റെ മോള് ഇത്ര കലം പതിച്ചു പോയോ? ഞാൻ ഒരിക്കലും നിന്നിൽ നിന്ന് ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല. നിന്നെ ഞാൻ ഒരിക്കലും അങ്ങനെയല്ല വളർത്തിയിരിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ആദേശിന്റെ കാര്യത്തിൽ ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യില്ല. അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. അതിന്റെ മനസ്സിൽ നിന്ന് എത്രയും പെട്ടെന്ന് എടുത്ത് കളയുന്നതായിരിക്കും നിനക്ക് നല്ലതെന്ന് പറഞ്ഞ് മുസൈൻ അവിടെ നിന്നും പോകും. പക്ഷേ ആ കാര്യത്തിൽ ആസ്ലി ഒരിക്കലും വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. പിന്നീട് കാണിക്കുന്നത് ആദേശിനെയും ജമാലിനെയാണ്. അവർ അബ്ബാസിനെയും തെരഞ്ഞുകൊണ്ട് ഓരോ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. പക്ഷേ അവിടെയൊന്നും അവർക്ക് അബ്ബാസിനെ കിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ തിരിച്ച് വീട്ടിലേക്ക് വരും. അപ്പോഴും മേജൻ അവനെ കാത്തിരിക്കുന്നുണ്ടാവും. ആദേശ് വരുന്ന കാണുമ്പോൾ തന്നെ മേജൻ ഓടി അവൻ്റെ അടുത്തേക്ക് പോകും. ഓ, നീ ഇപ്പോഴെങ്കിലും വന്നല്ലോ. ഞാൻ നിന്നെ കുറിച്ച് ആലോചിച്ച് ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. എവിടെയായിരുന്നു ഇത്ര നേരം? എന്തെങ്കിലും വിവരം കിട്ടിയോ? പറ. ഇത് കേൾക്കുമ്പോൾ ആദേശ് പറയും, നീ എന്തിനാ വെറുതെ എന്നെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്നത്? ആ, വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞ് വല്ലാതെ കാര്യങ്ങളൊന്നും പറയാതെ ആദേശ് അവിടെ നിന്ന് പോവായിരിക്കും. ഇത് കേൾക്കുമ്പോൾ മേജന് വിഷമാവും. വെറുതെ ഞാൻ നിന്നെ ഇവിടെ കാത്തു നിന്നു എന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോവും. ഇത് കാണുമ്പോൾ ജമാൽ ആദേശിനോട് പറയും, എന്തിനാടാ വെറുതെ അവളോട് ഇങ്ങനെയൊക്കെ പറയുന്നത്? അവൾ നിന്നെ കാത്തിരുന്നത് ഇത്ര വലിയ തെറ്റാണോ? ഇത് കേൾക്കുമ്പോൾ ആദേശ് ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോവും. അങ്ങനെ രാത്രി ആദേശം ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവൻ എഴുന്നേക്കുന്നത്. അവൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ മേജൻ അവിടെ റൂമിലുണ്ടാവില്ല. അത് കാണുമ്പോൾ അവനാകെ ടെൻഷനായി അടിയിലേക്ക് ചെന്ന് നോക്കും. മേജൻ വേറെ എവിടെ ആയിരിക്കില്ല, നമ്മളെയൊക്കെ പോലെ തന്നെ രാത്രി ക്രേവിങ്സ് വന്നുകൊണ്ട് തന്നെ അവൾ അടിയിലേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയതായിരിക്കും. അവളെ ഒറ്റയ്ക്ക് കാണുമ്പോൾ ആസ്ലി അവളെ അടുത്തേക്ക് അവൾ ഉപദ്രവിക്കാൻ വേണ്ടി വരുമായിരിക്കും. അപ്പോഴാണ് ആദേശ് വരുന്ന കാണുമ്പോൾ ആസ്ലി വേഗം അവിടെ നിന്ന് പോവും. ആസ്ലി വന്ന് മേജനോട് കാര്യം തിരക്കുമ്പോൾ അവൾ ഈ കാര്യമെല്ലാം പറയും, എനിക്ക് നല്ല വിശന്നു, അതുകൊണ്ട് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാ. പക്ഷേ ഇപ്പം എന്താ ഉണ്ടാക്കേണ്ടതെന്ന് എനിക്കറിയില്ല. തൽക്കാലം കുറച്ച് ബ്രെഡും ബട്ടറും ജാമൊക്കെ എടുത്തിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാമെന്ന് പറയുമ്പോൾ ആദേശ് ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് അവൾ അവിടെ ഇരുത്തിക്കൊണ്ട് തന്നെ അവൻ അവൾക്ക് വേണ്ടി ബ്രെഡും അതിൽ ബട്ടറും ജാമൊക്കെ തേച്ച് അവൾക്ക് ഉണ്ടാക്കി കൊടുക്കും. അവൾക്കത് കൊടുക്കുമ്പോൾ അവൾ പറയും, നിനക്കെങ്ങനെ അറിയാം എനിക്ക് ബട്ടറിൻ്റെ മേലെ ജാമ തേച്ച് തിന്നത് ഭയങ്കര ഇഷ്ടമാണെന്ന്? ഇത് കേൾക്കുമ്പോൾ അവനും പറയും, ഇതൊക്കെ നോർമൽ കാര്യമല്ലേ, ഞാനിതുപോലൊക്കെ തന്നെയാണ് കഴിക്കാറ്, അതാ ഞാനിങ്ങനെ ഉണ്ടാക്കിയെന്നും പറഞ്ഞ് ആദേശ് അവൾക്ക് കൊടുക്കും. അത് കഴിച്ചു നോക്കുമ്പോൾ അവൾ പറയും, നല്ല ടേസ്റ്റ് ഉണ്ട്, പക്ഷേ ചെറിയ ചെറിയ ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ വരുത്താനുണ്ട്. അതിനുശേഷം ആ ബ്രെഡിൻ്റെ ഒരു പകുതി അവൾ ആദേശിന് കൂടി കൊടുക്കും. സത്യം പറഞ്ഞാൽ എൻ്റെ വിശപ്പ് മാറിയിട്ടില്ല കേട്ടോ, എനിക്കിപ്പോഴും നല്ല വിശക്കുന്നുണ്ട്. സാരെല്ലാം എങ്ങനെയാ ഒന്നുകൂടി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് ആദേശ് വീണ്ടും ഉണ്ടാക്കിയായിരിക്കും. മേജൻ അത് നോക്കിയിരിക്കുന്നത് കാണുമ്പോൾ ആദേശ് അവളോട് പറയും, നേരത്തെ ഒരാൾ എന്തൊക്കെയോ ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ വേണമെന്ന് പറഞ്ഞിരുന്നു, എന്നിട്ട് വീണ്ടും കഴിക്കുകയാണല്ലേ? ഇത് കേൾക്കുമ്പോൾ മേജൻ പറയും, അതിനെന്താ, ഞാനത് കൊള്ളില്ലെന്നൊന്നും പറഞ്ഞില്ലല്ലോ, കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് വരുത്തണമെന്നല്ലേ പറഞ്ഞുള്ളൂ. അത് കേൾക്കുമ്പോൾ ആദേശ് അവൾക്ക് ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ അവർ രണ്ടുപേരും ഫുഡെല്ലാം ഉണ്ടാക്കി കഴിക്കുന്നത് മുസൈൻ അവിടെ നിന്ന് കാണുന്നുണ്ട്. ആദേശിൻ്റെ ഈ പെരുമാറ്റം കാണുമ്പോൾ മുസൈൻ നല്ല ദേഷ്യം വന്ന് അവിടെ നിന്ന് പോകും. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ ആസ്ലിയാണ്. അവൾ ഒറ്റയ്ക്കൊരു സ്ഥലത്ത് വിഷമിച്ചിരിക്കുകയായിരിക്കും. അപ്പോഴാണ് അവിടേക്ക് മുസൈൻ വരുന്നത്. മുസൈൻ വരുന്നത് കാണുമ്പോൾ ആസ്ലി പറയും, അമ്മ എന്നോട് ഇപ്പോഴും പിഴങ്ങി നിൽക്കുകയാണോ? പ്ലീസ് ദയവായി അമ്മ എന്നോട് ഇങ്ങനെ കാണിക്കരുത്. എനിക്ക് അമ്മ മാത്രമല്ലേ ഉള്ളൂ. അമ്മയും കൂടി എന്നോട് ഇങ്ങനെ ചെയ്താൽ പിന്നെ എനിക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല. എങ്കിൽ ശരി, ഇനിയൊരിക്കലും നീ എന്നോട് ഇതുപോലെ ഒരു കാര്യം ചോദിക്കാതെ ചെയ്യാൻ പാടില്ല. ആദ്യം നമുക്ക് ആ നസീറിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാക്കണം. അവ നമ്മൾ വിചാരിക്കുന്ന പോലെ അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമൊന്നുമില്ല. അവൻ നിനക്ക് എന്തെങ്കിലും കാര്യം ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ അവൻ അതിന് പകരമായിട്ട് നിന്നോട് എന്തെങ്കിലും ചോദിക്കും, അത് നീ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ അവൻ്റെ കാര്യം നമ്മൾ ആദ്യം ഡീൽ ചെയ്യണം. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ആദേശിൻ്റെ കാര്യത്തിൽ അത് ഞാൻ ഇപ്പോൾ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നും പറഞ്ഞ് മുസൈൻ അവിടെ നിന്നും പോവും. പിന്നീട് കാണിക്കുന്നത് ആദേശിനെയും ജമാലിനെയാണ്. അവർ രണ്ടുപേരും കൂടി രാവിലെ തന്നെ അബ്ബാസിനെ തിരഞ്ഞിറങ്ങിയിരിക്കുകയാണ്. കുറേ തിരയുന്നതിന് ശേഷം അവർക്ക് അബ്ബാസിനെ കണ്ടുകിട്ടും. അവർ രണ്ടുപേരും അവനെ ഫോളോ ചെയ്ത് പോയിരിക്കും. അതിനിടയിൽ അബ്ബാസ് ആദേശിൻ്റെ കയ്യിന് വെട്ടുന്നുണ്ട്. അവർ രണ്ടുപേരും കൂടി അബ്ബാസിനെ പിടിക്കാൻ വേണ്ടി ഓടിയായിരിക്കും. പക്ഷേ അബ്ബാസ് ഓടി നേരെ ഒരു കാറിന് മുന്നിൽ ചെന്ന് പെടും. ആ കാർ ഇടിച്ചതോടെ അബ്ബാസ് തെറിച്ച് വീഴും. ആദേശ് അവനോട് ലാസ്റ്റ് ആയിട്ട് ചോദിക്കും, പക്ഷേ അവനെന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തന്നെ അവൻ മരിച്ചിട്ടുണ്ടാവും. ഇതോടുകൂടി ആദേശിൻ്റെ ആ ഒരു പ്രതീക്ഷ നിൽക്കും. അതിനുശേഷം ആദേശ് വീട്ടിലേക്ക് വരുമ്പോൾ മേജൻ അവൻ്റെ കയ്യിലിരിക്കുന്ന ആ ബ്ലഡ് കാണും. അത് കാണുമ്പോൾ മേജൻ ആകെ ടെൻഷനാവും. എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോഴേക്കും മുസൈനും ആസ്ലി എവിടേക്ക് വന്നിട്ടുണ്ടാവും. അവരും ആദേശിൻ്റെ കയ്യിൽ നിന്ന് ബ്ലഡ് പോകുന്ന കാണുമ്പോൾ ആകെ ടെൻഷനാവും. എന്താ ഉണ്ടായെന്ന് ചോദിക്കുമ്പോൾ ആദേശ് നടന്ന കാര്യങ്ങളെല്ലാം പറയും. ഇതെല്ലാം കേൾക്കുമ്പോൾ മുസൈന് നല്ല ദേഷ്യം വരും. ആദേശ് പോയി കഴിയുമ്പോൾ അവൾ മേജന്റെ കഴുത്ത് പിടിച്ച് പറയും, ഇതെല്ലാം നീ കാരണം എന്ന് പറഞ്ഞ് അവൾ അവിടെ വലിച്ചെറിഞ്ഞിട്ട് പോകും. മുസൈൻ നേരെ പോകുന്നത് ആദേശിൻ്റെ അടുത്തേക്കാണ്. അവരുടെ കയ്യിൽ ആദേശ് പണ്ടിട്ടിരുന്ന കുറേ ഡ്രസ്സുകൾ ഉണ്ടാവും. അതെല്ലാം കൊണ്ട് അവരവിടെ ബെഡിൽ വെക്കും. ഇതെല്ലാം നിനക്ക് ഓർമ്മയുണ്ടോ? ഇതെല്ലാം നീ ചെറിയ കുഞ്ഞായിരുന്നപ്പെട്ടിരുന്ന ഡ്രസ്സാണ്. ആ സമയത്തുണ്ടായിരുന്ന ആദേശ് അല്ല ഇപ്പം എൻ്റെ മുന്നിൽ നിൽക്കുന്നത് എന്നും പറഞ്ഞ് അവർ ഓരോ മുന്നത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവൻ്റെ മനസ്സിൽ ആ ശത്രുതയും പകരം വീട്ടലും അതെല്ലാം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇതെല്ലാം കേൾക്കുമ്പോൾ ആദേശം പറയും, ഞാൻ ഒരിക്കലും ഒട്ടും മാറിയിട്ടില്ല, ഇപ്പോഴും ഞാൻ ആ പഴയ ആദേശം തന്നെയാണ്. എൻ്റെ മനസ്സിൽ ഇപ്പോഴും അവരോടുള്ള പ്രതികാരവും പകയും ദേഷ്യം ഒക്കെ അതുപോലെ തന്നെ ഉണ്ട്. എല്ലാം ഞാൻ സമയമാകുമ്പോൾ അവർക്ക് തന്നെ കൊടുക്കുമെന്ന് പറയും. അത് കേൾക്കുമ്പോൾ മുസൈൻ ഒരുപാട് സമാധാനമാകും. അങ്ങനെ അവർ അവിടെ നിന്നും പോവും. അവർ പോയി കഴിയുമ്പോഴാണ് മേജൻ അങ്ങോട്ട് വരുന്നത്. ആദേശിൻ്റെ കയ്യിലെ മുറിവ് നോക്കണമെന്ന് പറഞ്ഞ് അവൾ അവൻ്റെ ഡ്രസ്സ് ഊരും. അതിനുശേഷം അവൾ ആ മുറിയിൽ ഓൽമെന്റ് തേക്കും. അപ്പോഴാണ് അവൾ അവിടെ ഇരിക്കുന്ന ഡ്രസ്സ് കാണുന്നത്. ഇതെല്ലാം നീ ചെറിയ കുഞ്ഞായിരുന്നപ്പെട്ടിരുന്ന ഡ്രസ്സാണോ എന്ന് അവൾ ആദേശിനോട് ചോദിക്കും. അതെന്തിനാ നീ അറിയുന്നത്? ഒന്നുമില്ല, ഞാൻ വെറുതെ ചോദിച്ചെന്നുള്ളൂ.
നീ എന്തിനാണ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം അറിയാൻ ഇത്ര ക്യൂരിയോസിറ്റി കാണിക്കുന്നത്? സത്യം പറഞ്ഞാൽ എൻ്റെ ചെറുപ്പകാലം വളരെ ഭയാനകമായിരുന്നു. അതായത് ഞാൻ പണ്ടേ എൻ്റെ പാരൻസ് ഒന്നും ഇല്ലാതെയാണ് വളർന്നത്. അതുകൊണ്ട് എനിക്ക് എൻ്റെ പാസ്റ്റ് ഒന്നും ആലോചിക്കുന്നത് തീരെ ഇഷ്ടമല്ല. ഇത് കേൾക്കുമ്പോൾ മേജന് ആ ഡ്രസ്സ് എടുത്തിട്ട് പറയും, ഇത് താഹിറിൻ്റെ ഫേവറേറ്റ് കളറായിരുന്നു, അവനക്ക് ഇതുപോലൊരു ഡ്രസ്സ് ഉണ്ടായിരുന്നു. അവനും നിൻ്റെ അതേപോലെ തന്നെ ചെറുപ്പത്തിൽ തന്നെ അവൻ്റെ പാരൻസിനെ നഷ്ടപ്പെട്ടു. അവൻ ഒറ്റയ്ക്കാണ് അവൻ്റെ സഹോദരിയെ നോക്കിയിരുന്നത്. ഇപ്പം അവന് വലിയൊരു നില എത്തിയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ആദേശം പറയും. പിന്നീട് കാണിക്കുന്നത് നസീറിനെ ആസ്ലിയാണ്. ആസ്ലി നസീർ പറഞ്ഞത് പ്രകാരം അവൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്തത് വേറെ ആരുമല്ല, നസീർ തന്നെയാണ്. ആസ്ലി എല്ലാ കാര്യങ്ങളും നസീറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നസീറിൻ്റെ ആ ഒരു ഓഫർ അവൾ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൾക്ക് വേണ്ടി ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എല്ലാ പ്ലാനിങ്ങും നസീറിൻ്റെ തന്നെ ആയിരുന്നു. അതായത് ആ ടാക്സി ഡ്രൈവറോട് ചോദിച്ചപ്പോൾ അതൊരു സ്ത്രീയല്ല, അതൊരു പുരുഷനാണ്, പേര് അബ്ബാസ് ആണെന്ന് പറഞ്ഞതെല്ലാം നസീറിൻ്റെ പ്ലാനിങ് തന്നെ ആയിരുന്നു. അവനക്ക് നല്ലൊരു തുക കൊടുത്ത് അവനെ സെറ്റാക്കി വെച്ചതായിരുന്നു നസീർ. പക്ഷേ അവന് പേടിച്ച് ഇവിടെ നാഗ് വെപ്രാളം കാണിച്ച് ഒളിച്ചു നിൽക്കാതെ കിടന്ന് ഓടിയതുകൊണ്ടാണ് ആദേശം പിടിച്ചത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ആക്സിഡൻറ്റ് അവർ ഉണ്ടാക്കിയെടുത്തതായിരുന്നു. അതായത് അത് അറിയാതെ സംഭവിച്ചൊരു കാര്യമല്ലായിരുന്നു ആക്സിഡൻറ്റ്. ആ ആക്സിഡൻറ്റ് സംഭവിച്ച ആ വണ്ടിയും അതിൻ്റെ ആളും എല്ലാം നമ്മുടെ നസീറിൻ്റെ ആൾ തന്നെയായിരുന്നു. ഇവൻ പിടിക്കപ്പെട്ടെന്ന് അറിഞ്ഞപ്പോൾ മനഃപൂർവ്വം നസീർ ഇവനെ വണ്ടി ഇടിപ്പിച്ച് കൊന്നു തന്നെയാണ്. ആ കാര്യങ്ങളെല്ലാം അവൻ ആസിലോട് ഇങ്ങനെ സംസാരിക്കുമായിരിക്കും. ഇപ്പോൾ നിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു വന്നിരിക്കുകയാണ്. ഇനി എനിക്ക് വേണ്ടത് എന്താണെന്ന് എനിക്കറിയാലോ. എനിക്ക് മേജനെയാണ് വേണ്ടത്. പക്ഷേ അവൾക്കൊരു കോറൽ പോലും സംഭവിക്കാൻ പാടില്ല. അവളെ നീ ഒന്നും ചെയ്യാൻ പാടില്ല. ഇപ്പം നീ ചെയ്തതുപോലെ എന്തെങ്കിലും നിനക്ക് അവിടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പൂതി നീ ഇപ്പം തന്നെ മനസ്സിൽ നിന്ന് മാറ്റി വെച്ചേക്ക്. അവൾക്കൊരു കോറൽ സംഭവിച്ചാൽ ഞാൻ ഇപ്പം ഇരിക്കുന്ന പോലെ അത്ര കൂളൊന്നും ആവില്ല. എൻ്റെ വേറൊരു മുഖം നീ കാണും. ഇത് കേൾക്കുമ്പോൾ ആസ്ലി ഒന്ന് പേടിക്കുന്നുണ്ട്. ശരി, ഞാൻ നിനക്ക് വേണ്ടി മേജനെ കൊണ്ടുവരാമെന്ന് അവൾ അവനോട് പറഞ്ഞ് അവിടെ നിന്ന് പോകും. പിന്നീട് കാണിക്കുന്നത് അദേശിനെ മേജനെയാണ്. അദേശ് അവിടെ നിന്ന് പോകാൻ നിൽക്കുമ്പോൾ മേജൻ അവനെ തടഞ്ഞിട്ട് പറയും, അദേശ് എനിക്കൊരു ചെറിയ ഹെൽപ്പ് വേണം. എനിക്കിപ്പോൾ താഹിറിനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. നീ അതിനെന്നെ സഹായിക്കുമോ? എനിക്കറിയാം ഇതിനെക്കൊണ്ട് ഒറ്റയ്ക്ക് കഴിയില്ല. നീ കൂടെ ഉണ്ടെങ്കിൽ അതെനിക്ക് ഒരുപാട് ഈസി ആവും. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ഇങ്ങനൊരു ഹെൽപ്പ് ചോദിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ അദേശ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അവളത്തിന് നോക്കി നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് അവരുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വരുന്നതാണ്. അത് വേറെ ആരുമല്ല, നമ്മുടെ മേജൻ്റെ ഒക്കെ അങ്കിളാണ്. അവരവിടേക്ക് വരുമ്പോൾ ഹൈദറിൻ്റെ നിർമ്മിൻ്റെ മുഖത്തൊന്നും അത്ര സന്തോഷമൊന്നുമില്ല. ഇവരെ കാണുമ്പോഴാണെങ്കിൽ മുസൈൻ ആകെ ഷോക്കായി അവരെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. അവരോട് വന്നിട്ട് ഹൈദരോട് ചോദിക്കും, എന്താളിയാ നിങ്ങൾ എന്നെ വെൽക്കം ചെയ്യുന്നൊന്നുമില്ലേ? പക്ഷേ അവരാരും അതിലൊന്നും പറയുന്നില്ല. എല്ലാവരും ഇയാൾ വന്നതിൽ ഭയങ്കര ഷോക്കായിട്ട് അയാളെ തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴാണ് അവിടേക്ക് അദേശം മേജനും കോണി ഇറങ്ങി വരുന്നത്. അത് കാണുമ്പോൾ അങ്കിൾ വേഗം മേജനെ പോയി കെട്ടിപ്പിടിക്കും. എൻ്റെ മോള് വലുതായല്ലോ, നല്ല സുന്ദരി ആയിട്ടുണ്ട്. അപ്പോഴാണ് അയാൾ അദേശനെ ശ്രദ്ധിക്കുന്നത്. അദേശാണെങ്കിൽ അയാളെ കണ്ട് ഭയങ്കര ദേഷ്യത്തോടു കൂടി നോക്കുമായിരിക്കും. അതായത് അദേശിനെ അയാളെ മുൻപ് അറിയാം. അവർ ചെറിയ കുഞ്ഞായ സമയത്ത് ഇവിടെ പൂട്ടിയിട്ടിരുന്ന സമയത്ത് അയാൾ ഇവിടെ ഉണ്ടായിരുന്നു. അവരും അദേശിനെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങളെല്ലാം അദേശിന് അപ്പോൾ ഓർമ്മ വരികയാണ്. അയാളെ കാണുമ്പോൾ തന്നെ അദേശം നല്ല ദേഷ്യത്തോട് നോക്കി നിൽക്കുകയാണ്. അയാളും അദേശിനെ കാണുമ്പോൾ ചോദിക്കും, നിന്നെ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ, നമുക്ക് പരിചയമുണ്ടെന്നാണ് തോന്നുന്നത്. ഇതോടുകൂടി അറഫ്ത സീരീസിലെ ഈ 2 എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് വൈകാതെ തന്നെ അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു അടിപൊളി എപ്പിസോഡ് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.